പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സുന്ദരമായ കാഴ്ച കാണിക്കട്ടെ. മാവേലി നാടിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു തരത്തിലുള്ള വിവേചനവുമില്ല എന്നതാണ്. എല്ലാവരും ഒന്നുപോലെ എന്നതാണ് അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാലക്കാട് വെണ്ണക്കരയിൽ നബിദിനാഘോഷത്തിലേക്ക് മാവേലി എത്തിയിരിക്കുന്ന കാഴ്ച വീണ്ടും ഒരു റിയൽ കേരള സ്റ്റോറിയിലേക്ക്. വെണ്ണക്കരയിൽ നിന്ന് ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ അറക്കൽ, നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മാവേലി എത്തിയ കാഴ്ചയാണ് കാണുന്നത്. നബിദിനവും മാവേലിയുടെ വരവും ഒരേപോലെയാണ്. നമുക്ക് മലയാളികൾക്ക് ഒരു വേർതിരിവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ആഘോഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്നു. മാവേലി നബിദിനാഘോഷ പരിപാടിക്കിടെ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇക്ബാൽ? അരുൺകുമാർ, ഇതാണ് നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വെണ്ണക്കരയിലാണ്. ഇവിടെ വെണ്ണക്കരയിൽ മിലാഖുദ്ദീൻ മഹലിലെ കുട്ടികളുടെ നബിദിനാഘോഷ റാലി ഇങ്ങനെ വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ റാലിയിലേക്ക് മാവേലി തന്നെ ഈ റാലിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. വെണ്ണക്കര സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ മിലാഖുദ്ദീൻ പള്ളിയും അതുപോലെ തന്നെ വെണ്ണക്കര ദേശവാസികളെല്ലാം ചേർന്നാണ് ഇത്തരത്തിലൊരു സന്തോഷ മുഹൂർത്തം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മാവേലി ഈ ഇവിടേക്ക് നബിദിന റാലിയുമായി എത്തിയിട്ടുള്ള ഉസ്താദുമാരെയും അതുപോലെ തന്നെ നബിദിന ആഘോഷ റാലിയും എല്ലാം സ്വീകരിക്കുകയാണ്. വലിയ സന്തോഷ അരുൺകുമാർ, ഇതിനും വലിയ സന്തോഷ കാഴ്ച നമുക്ക് മലയാളികൾക്ക് വേറെ എന്താണ് ഉള്ളത്? വലിയ സന്തോഷം. പിന്നെ നമ്മുടെ ചരിത്രത്തിൽ ഇതൊക്കെയാണ് മതസൗഹാർദ്ദം നിലനിർത്തി, അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമുള്ളത്. അങ്ങനെ തന്നെയാണ് തിരുനബി ലോകത്തെ പഠിപ്പിച്ചതും. അക്രിം ജാറക വലൗ കാന കാഫിറ, തൻ്റെ അയൽവാസി ഇതര മതവിശ്വാസിയാണെങ്കിലും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്നാണ് തിരുനബി അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചത്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. എല്ലാ ജനങ്ങളും തമ്മിലുള്ള ഒരു ഐക്യമാണ്, അത് തന്നെയാണ് നമ്മുടെ ഈ സന്ദേശം. അതെ, എല്ലാവരും ഇതേ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്ന സന്ദേശമാണ് ലോകത്തോട് മൊത്തത്തിൽ നമുക്ക് സന്ദേശമായി തിരുനബിയുടെ സന്ദേശമായി അറിയിക്കാനുള്ളത്. ഇവിടെ തന്നെയാണ്. സന്തോഷമായി, ഹാപ്പിയായി. എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നബിദിനാശംസകളും നേരുന്നു. അരുൺകുമാർ, ഇവിടെ നമുക്കൊപ്പം ഈ സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളായിട്ടുള്ള അബ്ദുൽ ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത് യാദൃശ്ചികമായിട്ട് ഉണ്ടായതാണ്? തീർച്ചയായിട്ടും ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണ്. ഇന്ന് ഉത്രാട ദിനമാണ്, അതുപോലെ തന്നെ നബിദിനമാണ്. അപ്പോൾ രണ്ടും കൂടി സംഗമിക്കുക, അത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശമാണ്, ഒരു നന്മയുടെ സന്ദേശമാണ്. ആ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളും കൂടി ഒത്തുചേർന്നു. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അതിനോടൊപ്പം ഐക്യത്തോടൊപ്പം നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ നബിദിന റാലിയുമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഇവിടെ ദഫുണ്ട്, അതിനപ്പുറത്ത് സ്കൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടേക്ക് ഈ ദഫുമായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നബിദിന റാലിയുമായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം ഇവിടെ വെണ്ണക്കര ദേശവാസികളുടെ നേതൃത്വത്തിൽ, ഈ മാവേലിയുടെ എല്ലാം നേതൃത്വത്തിൽ മധുരം നൽകിയും അതുപോലെ തന്നെ അവർക്ക് പായസവും മിഠായികളും എല്ലാം നൽകി അവരെ സ്വീകരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാവേലി നബിദിന റാലിയുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് വെണ്ണക്കരയിൽ നിന്നാണ് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ണക്കരയിലെ മിലാഖുദ്ദീൻ പള്ളിയിലെ വിദ്യാർത്ഥികളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരെയാണ് വെണ്ണക്കരയിലെ ദേശവാസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാവുകയായിരുന്നു. ഒരു നാട്ടിലൂടെ നബിദിന റാലി പോകുമ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാവേലി അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. ഇതിനപ്പുറം വലിയ സന്തോഷ കാഴ്ച എന്താണ് ഇനി കേരളത്തിന് ലഭിക്കാനുള്ളത്? ഈ സന്ദേശം തന്നെയാണ് നമുക്ക് ലോകത്തിന് മുന്നിൽ വെക്കാനുള്ളത്. ഇതാണ് കേരളം, ഇതാണ് യഥാർത്ഥ കേരളം. മറ്റ് പല രീതിയിലുള്ള കേരളത്തെ കുറിച്ചുള്ള പ്രചരണം നടക്കുന്നു. പക്ഷേ എന്താണ് കേരളം എന്നുള്ളത് ഈ ഒരു ഒറ്റ കാഴ്ചയിൽ നമുക്ക്, ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ നിന്ന് മുഴുവൻ ലോകത്തെയും നമുക്ക് കാണിച്ചു നൽകാൻ സാധിക്കും. നന്മയ്ക്ക് ലോകത്തിൽ പല പേരുകളാണ്. ചിലയിടത്ത് നബി എന്ന് വിളിക്കുന്നു, ചിലയിടങ്ങളിൽ ബലി എന്ന് വിളിക്കുന്നു, ചിലയിടങ്ങളിൽ ക്രിസ്തു എന്നും ജീസസ് എന്നും വിളിക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരാണല്ലോ മണ്ടന്മാർ. അപ്പോൾ ആ ഉസ്താദ് നബിയെ ആലിംഗനം ചെയ്യുന്ന കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയാണ് യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ കാഴ്ച. ആ കഥയാണ് യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ സ്റ്റോറി.